ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീട്ടമ്മമാരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുക്കളയിൽ നമുക്ക് അത്യാവശ്യമായ ഒരു ഐറ്റമാണ് ഉപ്പ്. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഉപ്പില്ലാത്ത അടുക്കള എന്നത് നമുക്ക് ചിന്തിക്കാനേ പോലും പറ്റില്ല. ആഹാര സാധനങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, ഉപ്പിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സോഡിയത്തിൻ്റെ പ്രധാന ഉറവിടം നാം കഴിക്കുന്ന ഉപ്പ് തന്നെയാണ്. 2 തരത്തിലുള്ള ഉപ്പാണ് നമ്മൾ പ്രധാനമായും വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്നത്: കല്ലുപ്പും പൊടിയുപ്പും. അതുപോലെ തന്നെ അയോഡിൻ ചേർത്ത അയോഡൈസ്ഡ് സോൾട്ടും അയോഡിൻ ചേർക്കാത്ത ഉപ്പും നമുക്ക് വിപണിയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇതിൽ അയോഡിൻ ചേർത്ത ഉപ്പ് പൊടിയാണ് നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടം. സാദാ കല്ലുപ്പിനെ ശുദ്ധീകരിച്ച് വെളുപ്പിച്ച് അയോഡിൻ ചേർത്ത് സംസ്കരിച്ചെടുക്കുന്നതാണ് അയോഡൈസ്ഡ് സോൾട്ട്. ഇത്തരം അയോഡൈസ്ഡ് സോൾട്ട് പൊടിച്ചെടുക്കുന്ന ഫ്രീ ഫ്ലോ ഉപ്പ് പൊടിയോടാണ് എല്ലാ വീട്ടമ്മമാർക്കും കൂടുതൽ ഇഷ്ടം. എന്നാൽ വെള്ളമൊലിക്കാത്ത, കുഴഞ്ഞു പോകാത്ത, അയോഡിൻ ചേർത്ത ഇത്തരം ഫ്രീ ഫ്ലോ ഉപ്പ് സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ധാരാളം ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയാണ് നമ്മുടെ സാദാ കല്ലുപ്പ് ഇതുപോലെ വെളുത്ത് പൊടിയായി വരുന്നത്. ഇങ്ങനെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സാദാ ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന പല നാച്ചുറൽ ഘടകങ്ങളും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സാദാ കല്ലുപ്പിൽ നിന്നും കിട്ടുന്ന പോഷക ഘടകങ്ങളൊന്നും ഈ പൊടിയുപ്പിൽ നിന്നും കിട്ടില്ല എന്നുള്ളത് 100% ശരിയാണ്. മാത്രമല്ല, രോഗങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ അയോഡിൻ ചേർത്ത ഈ ഉപ്പ് സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതുമല്ല. അതുകൊണ്ട് നമ്മുടെ നിത്യേനയുള്ള ആവശ്യങ്ങൾക്ക് പൊടിയുപ്പിനേക്കാൾ നല്ലത് അയോഡിൻ ചേർക്കാത്ത കല്ലുപ്പ് തന്നെയാണ്. എന്നാൽ ചില സമയത്തൊക്കെ നമുക്ക് അടുക്കളയിൽ പൊടിയുപ്പ് ആവശ്യമായിട്ട് വരാറില്ലേ? അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഈ സാദാ കല്ലുപ്പ് തന്നെ നമുക്ക് പൊടിച്ചെടുത്ത് ഉപയോഗിച്ചാലോ? അതല്ലേ നല്ലത്. സാദാ കല്ലുപ്പിൽ നിന്നും അയോഡിൻ ചേർക്കാത്ത, കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാത്ത നല്ല ഫ്രീ ഫ്ലോ പൊടിയുപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അയോഡിൻ ചേർക്കാത്ത ഫ്രീ ഫ്ലോ ഉപ്പ് പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സാദാ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അയോഡിൻ ചേർത്ത കല്ലുപ്പും അയോഡിൻ ചേർക്കാത്ത കല്ലുപ്പും നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇതിൽ അയോഡിൻ ചേർക്കാത്ത ക്രിസ്റ്റൽ സോൾട്ട് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണേ. ഉപ്പുപൊടി ഉണ്ടാക്കാൻ ആവശ്യമായ കല്ലുപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഉപ്പ് മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല കുഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അത് സാരമില്ല കേട്ടോ, ഇത് നമുക്ക് നല്ല ഫ്രീ ഫ്ലോ ഉപ്പുപൊടിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഫ്രീ ഫ്ലോ ഉപ്പുപൊടി ഉണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇതിനായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും തന്നെ എടുക്കരുത്. അതിൽ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ആ പൊടിച്ചു വെച്ച ഉപ്പ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അയോഡിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ് അയോഡിൻ. നമ്മുടെ ശരീരത്തിൽ അയോഡിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും അത് പല രോഗങ്ങൾക്കും കാരണമാകും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഈ അയോഡിൻ നമുക്ക് കിട്ടുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ്. നാച്ചുറൽ അയോഡിൻ്റെ പ്രധാന സോഴ്സുകളാണ് കടൽ മത്സ്യങ്ങളും കടൽ പായലുകളും. അതുപോലെ തന്നെ നാം കഴിക്കുന്ന ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കുടിക്കുന്ന വെള്ളം ഇവയിലൊക്കെ അയോഡിൻ ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. കടൽ മത്സ്യങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക് അയോഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏകദേശം 10 മിനിറ്റോളം വഴറ്റിയപ്പോഴേക്കും നമ്മുടെ ഉപ്പ് പൊടിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. അതിനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആരോഗ്യമുള്ള ഒരാളുടെ രക്തത്തിലെ അയോഡിൻ്റെ അളവ് 5 മൈക്രോഗ്രാം തൊട്ട് 10 മൈക്രോഗ്രാം വരെയാണ്. ഇത് നിലനിർത്താനായിട്ട് ദിവസവും 150 മൈക്രോഗ്രാം അയോഡിൻ നമുക്ക് ആവശ്യമുണ്ട്.
അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അയോഡിൻ കൂടിയാലും കുറഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിന് വലിയ ദോഷം തന്നെയാണ്. ഉപ്പുപൊടി നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടയായിട്ടാണ് കാണുന്നത്. ഇനി ഇത് നല്ല ഫ്രീ ഫ്ലോ ഉപ്പുപൊടിയാക്കി മാറ്റാനായിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. പൊടിച്ചെടുത്തപ്പോൾ കണ്ടോ, അയോഡിൻ ചേർക്കാത്ത നല്ല ഫ്രീ ഫ്ലോ ഉപ്പുപൊടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഫ്രീ ഫ്ലോ ഉപ്പുപൊടിയിലും പോഷകങ്ങൾ കുറവായിരിക്കും. ഉപ്പ് വറുത്തെടുക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരുമാതിരി പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ നമ്മൾ അയോഡിൻ ചേർക്കാത്ത കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊടിയുപ്പ് ആവശ്യമായി വരുന്ന സമയത്ത് ഇങ്ങനെ പൊടിച്ചെടുത്ത ഉപ്പ് നമുക്ക് ഉപയോഗിക്കാം. സാദാ കല്ലുപ്പ് ചെളിയുപ്പാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഈ ചെളിയുപ്പൊക്കെ കഴിച്ചിരുന്ന ആ ഒരു കാലത്ത് ഇത്രയധികം രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. പൊടിയുപ്പായാലും കല്ലുപ്പായാലും ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ സൂക്ഷിച്ചു വെക്കരുത്. ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ മൺഭരണികളിലോ വേണം ഉപ്പ് സൂക്ഷിച്ചു വെക്കാൻ. അയോഡിൻ ചേർത്ത ഉപ്പിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാകുന്ന മറ്റൊരു തലവേദനയാണ് കല്ലുപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഉപ്പ് തീരാറാകുമ്പോഴേക്ക് നിറയെ വെള്ളം ഉണ്ടാകുന്നത്. ഉപ്പ് പാത്രത്തിൽ എത്ര കാലം ഉപ്പ് സൂക്ഷിച്ചു വെച്ചാലും വെള്ളം ഒലിക്കാതിരിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. ഉപ്പിട്ട് വെക്കാനായിട്ട് ഇതുപോലുള്ള മൺഭരണികളോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകളോ നമുക്ക് ഉപയോഗിക്കാം. ആദ്യം തന്നെ ഉപ്പിട്ട് വെക്കാനുള്ള പാത്രം നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോട്ടൺ തുണിയാണ്. നല്ല വെള്ള തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. കാരണം കളർ തുണിയാകുമ്പോൾ അതിലെ കളർ ഇളകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന തുണി നല്ല കട്ടിയിൽ 5-6 മടക്കായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്ത തുണി നമ്മൾ ഉപ്പിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭരണിയുടെ അകത്തേക്ക് ഇറക്കി വെക്കാം. ഭരണിയുടെ അകത്ത് തുണി നന്നായിട്ട് വിടർത്തിയിട്ടതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ എത്ര നാൾ കഴിഞ്ഞാലും ആ ഉപ്പ് ഭരണിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല. 1 മാസത്തോളം ഉപ്പിട്ട് വെച്ച ഭരണിയാണ് കേട്ടോ ഇത്. ഉപ്പ് തീർന്നതിന് ശേഷം നമുക്കൊന്ന് കാണാം. ഭരണിക്കുള്ളിലേക്ക് നമ്മൾ ആ മടക്കി ഇട്ട് കൊടുത്ത തുണി പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഉപ്പിലെ നനവെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത തുണി വലിച്ചെടുത്തിട്ടുണ്ട്. ഭരണിക്കുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മാസങ്ങളോളം ഉപ്പിട്ട് വെച്ചാലും നമ്മുടെ ഉപ്പ് പാത്രത്തിനുള്ളിൽ ഒട്ടും നനവുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സ് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്